നേച്ചർ പോയറ്റ് എന്നറിയപ്പെടുന്ന വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വേർഡ്സ്വർത്ത് വളരെ പ്രശസ്തനായ റൊമാൻറ്റിക് കവിയാണ്. അദ്ദേഹത്തെ ലേക്ക് പോയറ്റ് എന്നറിയപ്പെടുന്നു. ലേക്ക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത് വേർഡ്സ്വർത്ത്, കോളറിഡ്ജ് ആൻഡ് സദേ, ഇവരെയാണ് ലേക്ക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത്. പ്രശസ്തരായ റൊമാൻറ്റിക് കവികളാണ് ഇവർ. അവരിൽ പ്രശസ്തനായ വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഡാഫോഡിൽസ് എന്ന കവിതയുടെ മെയിൻ തീം എന്ന് പറയുന്നത് പ്രകൃതിയും അതിൻ്റെ സൗന്ദര്യവുമാണ്. പ്രകൃതിക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾക്ക് നമ്മളുടെ ദുഃഖങ്ങൾ, വിഷമങ്ങളൊക്കെ മാറ്റാൻ കഴിയും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ പ്രകൃതി ഭംഗിക്ക് നമ്മളുടെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറ്റാനുള്ള കഴിവുണ്ട്. Through this poem, the poet reveals that nature can give solace to all our problems. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ആശ്വാസം തരാൻ ഈ പ്രകൃതിക്ക് കഴിയുമെന്നാണ് അദ്ദേഹം ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. I wandered lonely as a cloud that floats on high over the vales and hills, when all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze. ഫസ്റ്റ് സ്റ്റാൻസിൽ അദ്ദേഹം പറയുന്നത്, ഐ വാണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ഹൈ ഓവർ ദ വെയിൽസ് ആൻഡ് ഹിൽസ്. വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്വരയാണ്, വാലീസ്. ആൻഡ് ഹിൽസ്, കുന്നിൻ മുകളിലും അതേപോലെ താഴ്വരകളിലും ഒഴുകി നടക്കുന്ന മേഘങ്ങളെ പോലെ. മേഘങ്ങൾ അലഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. അതേപോലെ ഞാനിങ്ങനെ അലഞ്ഞു നടന്നു. അതേപോലെ ഞാൻ ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ നടന്ന സമയത്ത്, when all at once I saw a crowd, പെട്ടെന്ന് ഞാനൊരു കൂട്ടം കണ്ടു. ഒരു ഗ്രൂപ്പ്, ക്രൗഡ് മീൻസ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഞാൻ കണ്ടു, ഒരു കൂട്ടം. എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫഡിൽസ്, അതെന്ന് പറയുന്നത് കുറേ ഗോൾഡൻ ഡാഫഡിൽസ്, മഞ്ഞ നിറമുള്ള ഡാഫഡിൽസ് പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ച. വളരെ ഗ്രൂപ്പായിട്ട് വളരെ മനോഹരമായിട്ട് പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ബിസൈഡ് ദ ലേക്ക്, ആ പൂക്കൾ കണ്ടത് തടാകത്തിനടുത്താണ്. ബിനീത് ദ ട്രീസ്, ആ തടാകത്തിനടുത്ത് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ ചുവട്ടിൽ ആ മരത്തിനോട് ചേർന്ന് ഒരുപാട് പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു, ഒരുപാട് ഡാഫഡിൽസ് പൂത്തു നിൽക്കുന്നു. ഫ്ലട്ടറിങ് ആൻഡ് ഡാൻസിങ് ഇൻ ദ ബ്രീസ്, ആ പൂക്കൾ വളരെ മനോഹരമായിട്ടുള്ള ആ പൂക്കൾ മന്ദമാരുതനിൽ ചെറിയ കാറ്റടിക്കുന്ന സമയത്ത്, ഇളം കാറ്റടിക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കുകയാണ്, ഡാൻസ് ചെയ്യുന്നതായിട്ട്, നൃത്തം ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. അങ്ങനെ മനോഹരമായ ഒരു കാഴ്ച എനിക്ക് കാണാനിടയായി. നമുക്കറിയാം, നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ചെട്ടിപ്പൂവൊക്കെ അല്ലെങ്കിൽ ബന്ദിപ്പൂവ്, ആ പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന പാടങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ട് കാറ്റടിക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന സൂര്യകാന്തി പൂക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരു കാഴ്ചയാണ് ഇവിടെ അദ്ദേഹം കാണുന്നത്. മഞ്ഞ നിറമുള്ള ഗോൾഡൻ കളറുള്ള, നമുക്ക് സൂര്യകാന്തി പൂക്കളോട് സങ്കല്പിക്കാം. ആ സൂര്യകാന്തി പൂക്കളെ പോലെ മനോഹരമായിട്ടുള്ള ഗോൾഡൻ നിറമുള്ള പൂക്കൾ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം അടുത്ത സ്റ്റാൻസിൽ പറയുന്നു, കണ്ടിന്യൂസ് ആസ് ദ സ്റ്റാർസ് ദാറ്റ് ഷൈൻ ആൻഡ് ട്വിങ്കിൾ ഓൺ ദ മിൽക്കി വേ, ദേ സ്ട്രെച്ച്ഡ് ഇൻ നെവർ എൻഡിങ് ലൈൻ along the margin of a bay. 10,000 saw I at a glance, tossing their heads in sprightly dance. വളരെ മനോഹരമായിട്ട് പറയുകയാണ്, കണ്ടിന്യൂസ് ആസ് ദ സ്റ്റാർസ് ദാറ്റ് ഷൈൻ, ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ. രാത്രിയിൽ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വരിവരിയായി നിൽക്കുന്ന, നമുക്കറിയാം 1000 കാന്താരി പൂത്തിറങ്ങിയ പോലെ ആകാശത്ത് തെളിയുന്ന നക്ഷത്രങ്ങൾ, മനോഹരമായ ആ നക്ഷത്രങ്ങളെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. കണ്ടിന്യൂസ് ആസ് ദ സ്റ്റാർസ് ദാറ്റ് ഷൈൻ ആൻഡ് ട്വിങ്കിൾ ഓൺ ദ മിൽക്കി വേ, ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ. രാത്രിയിൽ നമുക്കറിയാം ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടാകും. ആ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന മനോഹരമായ കാഴ്ച പോലെ ഈ പൂക്കൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ദേ സ്ട്രെച്ച്ഡ് ഇൻ നെവർ എൻഡിങ് ലൈൻ along the margin of a bay. ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർ, ആ തടാകത്തിന്റെ തീരത്ത് ഒരു നിര പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു ആ പൂക്കൾ. ആ പൂക്കൾ വളരെ മനോഹരമായിട്ട് നക്ഷത്രങ്ങളോട് ഇവിടെ കമ്പയർ ചെയ്യുകയാണ്. ഇവിടെ സിമിലി നമുക്ക് കാണാൻ കഴിയും. ആ കമ്പാരിസൺ ആണ് അദ്ദേഹം നടത്തുന്നത്. നക്ഷത്രങ്ങളെ പോലെ ഈ ഡാഫഡിൽസ് ആ തടാകത്തിന്റെ സൈഡിൽ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു. അപ്പോൾ തിളങ്ങുകയാണ്, നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുകയാണ്. വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ മനോഹരമായി നിൽക്കുന്നു. 10,000 saw I at a glance. ഇവിടെ ഹൈപ്പർബലി എന്ന ഒരു എക്സാജറേഷൻ ആണ്.
10,000 ഞാൻ കണ്ടു, 10,000 പൂക്കൾ ഞാൻ കണ്ടു. ഇവിടെ എണ്ണിയിട്ടില്ല അദ്ദേഹം. ആ ഒരു ആകാംക്ഷ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. 10,000 സോ അറ്റ് എ ഗ്ലാൻസ്, ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് 10,000 പൂക്കൾ കാണാൻ കഴിഞ്ഞു. ടോസിങ് ദെയർ ഹെഡ്സ് ഇൻ സ്പ്രൈറ്റ്ലി ഡാൻസ്, മനോഹരമായിട്ടുള്ള ആ തല ഇങ്ങനെ ആട്ടിയിട്ട്, അതായത് അവയുടെ ആ പൂക്കൾ ഇങ്ങനെ ആട്ടിയിട്ട് വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ആ കാഴ്ച ഞാൻ കണ്ടു. ടോസിങ് ദെയർ ഹെഡ്സ് ഇൻ സ്പ്രൈറ്റ്ലി ഡാൻസ്. സ്പ്രൈറ്റ്ലി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറ്റടിക്കുന്ന സമയത്ത് ആ ചെടികൾ ഇങ്ങനെ ഇളകുന്നതാണ് കാണുന്നത്. ആ ചെടികൾ ഇങ്ങനെ ഇളകുന്ന സമയത്ത് നമ്മളുടെ തല ചലിപ്പിക്കുന്നത് പോലെ തോന്നി അദ്ദേഹത്തിന്. ആ ഒരു കാഴ്ച, മനോഹരമായ ആ കാഴ്ചയാണ് ആ കാറ്റടിക്കുന്ന സമയത്ത് മനോഹരമായിട്ട് ചാഞ്ചാടി കളിക്കുന്ന ആ പൂക്കൾ. നെക്സ്റ്റ് സ്റ്റാൻസ. The waves beside them danced, but they outdid the sparkling waves singly. A poet could not but be gay in such a jocund company. I gazed and gazed, but little thought what wealth the show to me had brought. അടുത്ത സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, the waves beside them danced. ആ തടാകത്തിൻ്റെ അടുത്ത് ആ വെള്ളം, അല്ലെങ്കിൽ ആ തടാകത്തിലെ വെള്ളം ഡാൻസ്ഡ്, ഈ പൂക്കളോടൊപ്പം തന്നെ ആ വെള്ളവും ചലിക്കുന്നുണ്ട്, ആ വെള്ളത്തിനും ഇളക്കം സംഭവിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ റിഫ്ലക്ഷനാണ് കാണുന്നത്. ആ പൂക്കളുടെ റിഫ്ലക്ഷൻ നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ കഴിയും. ബട്ട് ദേ ഔട്ട്ഡിഡ് ദ സ്പാർക്ലിംഗ് വേവ്സ് ഇൻ ഗ്ലീം. പക്ഷേ ഈ പൂക്കൾ ഈ വെള്ളത്തിൻ്റെ ഇളക്കത്തേക്കാൾ മനോഹരമായിട്ട് നിൽക്കുന്നു ഈ പൂക്കൾ. ഈ പൂക്കൾ ഔട്ട്ഡിഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറികടക്കുക എന്നാണ്. ഈ ഓവർകം ചെയ്യുക, ഈ പുഴയിലെ വെള്ളത്തിൻ്റെ സൗന്ദര്യത്തേക്കാൾ മനോഹരമാണ്, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതാണ് ഈ പൂക്കളുടെ സൗന്ദര്യം. എ പോയിറ്റ് കുഡ് നോട്ട് ബട്ട് ബി ഗേ. ഒരു കവിക്ക് സന്തോഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇത്തരത്തിൽ സന്തോഷം തരുന്ന കാഴ്ച കാണുന്ന സമയത്ത് എ പോയിറ്റ് കുഡ് നോട്ട് ബട്ട് ബി ഗേ, സന്തോഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം അത്രയും നല്ല ഒരു കമ്പനിയിലാണ്, അത്രയും നല്ലൊരു ഗ്രൂപ്പിലാണ് ഞാൻ വന്നുപെട്ടത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ചെടികളുടെ ഇടയിൽ ആ ചെടികളുടെ ആ സൗന്ദര്യം, അല്ലെങ്കിൽ ആ ചെടികളുടെ ആ സന്തോഷം കാണുന്ന സമയത്ത് എനിക്കും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ തോന്നുന്നു. പിന്നീട് ഐ ഗേസ്ഡ് ആൻഡ് ഗേസ്ഡ് ബട്ട് ലിറ്റിൽ തോട്ട് വാട്ട് വെൽത്ത് ദ ഷോ ടു മീ ഹാഡ് ബ്രോട്ട്. ഐ ഗേസ്ഡ് ആൻഡ് ഗേസ്ഡ്, ഞാനിങ്ങനെ നോക്കി നിന്നു ആ പൂക്കളെ, ആ പൂക്കളുടെ സൗന്ദര്യം ഞാൻ നോക്കി നിന്നു. ആ പുഴയിലെ ഇളകുന്ന വെള്ളത്തേക്കാൾ, അല്ലെങ്കിൽ ആ പുഴയിൽ ഒഴുകുന്ന ആ തടാകത്തിൽ ഒഴുകുന്ന വെള്ളത്തേക്കാൾ മനോഹരമായി നിൽക്കുന്ന ആ പൂക്കളെ ഞാൻ കുറേ നേരം നോക്കി നിന്നു. ആൻഡ് ലിറ്റിൽ തോട്ട്, ലിറ്റിൽ തോട്ട് മീൻസ് ഐ ഹാവ് നോ തോട്ട്, ഞാൻ ചിന്തിച്ചില്ല. ലിറ്റിൽ മീൻസ് നോ എന്നുള്ളത് നെഗറ്റീവ് മീനിങ് ആണ്. ഞാൻ ചിന്തിച്ചില്ല. വാട്ട് വെൽത്ത് ദ ഷോ ടു മീ ഹാഡ് ബ്രോട്ട്. ഈ കാഴ്ച എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ എനിക്കിത് കണ്ടു നിന്നാലുള്ള പ്രയോജനം എന്താണ് എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ കുറേ നേരം ആ സൗന്ദര്യം അങ്ങനെ നോക്കി നിന്നു, ആ പൂക്കളെ ഞാൻ കുറേ നേരം നോക്കി നിന്നു. ഇനി അടുത്ത സെൻസിൽ അദ്ദേഹം പറയുന്നു, ഫോർ ഓഫ് മീൻസ് ഫോർ ഓഫൻ, മിക്കപ്പോഴും. വെൻ ഓൺ മൈ കൗച്ച് ഐ ലൈ ഇൻ വേക്കൻറ്റ് ഓർ ഇൻ പെൻസീവ് മൂഡ്, ദേ ഫ്ലാഷ് അപ്പോൺ ദാറ്റ് ഇൻവേർഡ് ഐ വിച്ച് ഈസ് ദ ബ്ലിസ് ഓഫ് സോളിറ്റ്യൂഡ്. And then my heart with pleasure feels and dances with the daffodils. For off when on my couch I lie. ഞാൻ എൻ്റെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, ഇൻ വേക്കൻറ്റ് ഓർ ഇൻ പെൻസീവ് മൂഡ്, വളരെ പെൻസീവ് മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൗസി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാനില്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ വെറുതെ കിടക്കുന്ന സമയത്ത്, ദേ ഫ്ലാഷ് അപ്പോൺ ദാറ്റ് ഇൻവേർഡ് ഐ, എൻ്റെ അകക്കണ്ണിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ആ കാഴ്ചകൾ ഓടിയെത്തും. ആ തടാകത്തിനടുത്ത് നിന്ന് ഞാൻ കണ്ട ആ പൂക്കളുടെ മനോഹരമായ കാഴ്ചകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. ആ സമയത്ത് വിച്ച് ഈസ് ദ ബ്ലിസ് ഓഫ് സോളിറ്റ്യൂഡ്, അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്ലിസ് ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ അനുഗ്രഹമാണ്. ഏകാന്തമായ നിമിഷങ്ങളിൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ ഓടിയെത്തുമ്പോഴാണ് ഇറ്റ് ഈസ് എ ബ്ലിസ് ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ ഒരു അനുഗ്രഹമായിട്ട് അത് മാറുന്നു. ആ സമയത്ത് ആൻഡ് ദെൻ മൈ ഹാർട്ട് വിത്ത് പ്ലേഷർ ഫീൽസ്, ഈ സമയത്ത് എനിക്ക് ഏകാന്തത അനുഭവിക്കുന്ന സമയമാണ് ഞാൻ. ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മകൾ, ഈ പൂക്കളുടെ ഓർമ്മകൾ ഓടിയെത്തുന്ന സമയത്ത് ദെൻ മൈ ഹാർട്ട് ഫീൽസ് വിത്ത് പ്ലേഷർ, എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. ആൻഡ് ഡാൻസസ് വിത്ത് ദ ഡാഫോഡിൽസ്,
ആ സമയത്ത് ഞാൻ പൂക്കളോടൊപ്പം, ആ പുഷ്പങ്ങളോടൊപ്പം, ഡാഫോഡിൽസിനോടൊപ്പം എൻ്റെ ഹൃദയവും ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അത്ര മനോഹരമായ കാഴ്ചകളാണ് അവിടെ. ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സമയത്ത് എൻ്റെ ഹൃദയവും ആ പൂക്കളെ പോലെ തുള്ളിച്ചാടാൻ തുടങ്ങും. ഇതാണ് ഈ കവിത. Now we can go through the poetic devices in the poem. First one is simile. Simile means it is a direct comparison by using the words as or like. As, like തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് കമ്പാരിസൺ നടത്തുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, I wandered lonely as a cloud. Next, continuous as the stars that shine. Second poetic device is alliteration. Alliteration means it is the repetition of consonant sounds. Consonant sounds repeat ചെയ്ത് വരുന്നതിനെയാണ് alliteration എന്ന് പറയുന്നത്. Example, beside the lake, beneath the trees. B sound is repeating. Beside the lake, beneath the trees. Next one, and dances with the daffodils. D sound is repeating and dances with the daffodils. Next one is hyperbole. Hyperbole is an exaggeration. ഒരു പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറയുന്ന ഒരു അതിശയോക്തിക്കാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, when all at once I saw a crowd. അദ്ദേഹം പറയുന്നത് ഒരു കൂട്ടം കണ്ടു. അതേപോലെ 10,000 saw I at a glance. ഒരൊറ്റ നോട്ടത്തിൽ 10,000 പൂക്കൾ കണ്ടു. They stretched in never ending line. അതേപോലെ ഈ പൂക്കൾ, ഈ മനോഹരമായ പൂക്കളുടെ നിരയാണ് അവിടെ പറയുന്നത്. അവസാനമില്ലാത്ത ഒരു നിര പോലെ കാണപ്പെട്ടു. അതൊക്കെ എക്സാജറേഷൻ ആണ്. ആൻഡ് ദേ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹൈപ്പർബലി. നെക്സ്റ്റ് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് ഓബ്ജക്ട്സ്. മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ അജീവനുള്ള വസ്തുക്കൾക്ക്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, അചേതനമായ വസ്തുക്കൾക്ക് ആരോപിക്കുന്നതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹിയർ ഡാഫോഡിൽസ്, ഇതിനെ ടോസിങ് ദെയർ ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് ഡാഫോഡിൽസ് ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കുന്നു. ആ മനുഷ്യൻ തലയാട്ടുന്നത് പോലെ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത് പോലെ സങ്കല്പിക്കുന്നു. അതേപോലെ തന്നെ വേവ്സിനെയും പറയുന്നുണ്ട് അദ്ദേഹം. പിന്നീട് ഫ്ലട്ടറിങ് ആൻഡ് ഡാൻസിങ് ഇൻ ദ ബ്രീസ്. നെക്സ്റ്റ് വൺ ഈസ് ഇമേജറി. ഈ ടൈറ്റിലിൽ പറയുന്ന ഡാഫോഡിൽസ്, ആ പൂക്കൾ ഒരു ഇമേജറിയാണ്. ദേ ആർ ദി എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജസ്. വിഷ്വൽ ഇമേജിൻ്റെ എക്സാമ്പിളാണ് ഡാഫോഡിൽസ്. അതേപോലെ ഫീൽഡ്സ്, ലേക്ക്, ട്രീസ്, സ്റ്റാർസ്, ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റാഫർ. മെറ്റാഫർ മീൻസ് ഇറ്റ് ഈസ് എൻ ഇംപ്ലൈഡ് കമ്പാരിസൺ. ഇൻഡയറക്റ്റ് ആൻഡ് ഇംപ്ലൈഡ് കമ്പാരിസനെയാണ് മെറ്റാഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, വാട്ട് വെൽ ദ ഷോ ടു മീ ഹാഡ് ബ്രോട്ട്. ഈ കാഴ്ചയിലൂടെ, ഈ പൂക്കൾ നോക്കി നിൽക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന സമ്പാദ്യം എന്താണ് എന്നുള്ള ആ ഒരു വരിയിൽ വി ക്യാൻ സീ ദ മെറ്റഫോർ. പിന്നീട് ഇതിൻ്റെ തീംസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് നാച്ചുറൽ ഓബ്ജക്ട്സ് ഓർ നാച്ചുറൽ ബ്യൂട്ടി ക്യാൻ ക്യൂർ ഓൾ അവർ പ്രോബ്ലംസ്. നെക്സ്റ്റ് ഇതിൻ്റെ തീമാണ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദ തീം. ദറ്റ് മീൻസ് നേച്ചർ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ക്യാൻ ക്യൂർ ഓൾമോസ്റ്റ് ഓൾ അവർ പ്രോബ്ലംസ്. നമ്മളുടെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് ആശ്വാസം പകരാൻ ഈ പ്രകൃതിക്കും പ്രകൃതിയിലെ മനോഹാരിതയ്ക്കും കഴിയുമെന്നുള്ള ആ ഒരു തീമാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് കമ്പാരിസൺ ബിറ്റ്വീൻ ഡാഫഡിൽസ് ആൻഡ് സ്റ്റാർസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ആ ഒരു കമ്പാരിസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നീട് ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ പോം. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. പിന്നീട് ഹൗ ഡു ദ ഡാഫഡിൽസ് ഇൻഫ്ലുവൻസ് ദ പോയിറ്റ് ലേറ്റർ. കവിയെ പിന്നീട് എങ്ങനെയാണ് ഈ ഡാഫഡിൽസ് സ്വാധീനിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു, അതായത് ദേ കെയിം ഇൻ ടു ഹിസ് ഇൻവേർഡ് ഐ, അല്ലേ, വേക്കൻറ്റ് ഓർ ഇൻ പെൻസീവ് മൂഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന ആ കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. പിന്നീട് അടുത്തൊരു ചോദ്യം, ഹൗ ഡു യു നോ വേർഡ്സ്വർത്ത് ആസ് എ ലവർ ഓഫ് നേച്ചർ ഇൻ ഡാഫോഡിൽസ്. ഡാഫോഡിൽസ് വായിക്കുന്ന സമയത്ത് നമുക്ക് വേർഡ്സ്വർത്ത് ഒരു നേച്ചർ പോയറ്റ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയുമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.